അനധികൃതമായിട്ട് കച്ചവടം നടത്താൻ പാടില്ലല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാട്ടിലുള്ള അനധികൃത കച്ചവടക്കാരെ എല്ലാവരെയും കോർപ്പറേഷൻ റീഹാബിലിറ്റേറ്റ് ചെയ്യിപ്പിക്കും. എന്തായാലും കോർപ്പറേഷൻ്റെ ഒരു ലിങ്ക്സ് ഭൂമി പോലും ഒരാളിനും അനധികൃതമായിട്ട് കൈവശം വയ്ക്കാനുള്ള അനുവദിക്കും. രണ്ടാഴ്ച മുൻപ് പാളയം മാർക്കറ്റിലെ പല കടകളും ഇങ്ങനെ അനധികൃതമായിട്ട് നടത്തിയ എല്ലാ കടകളും പൊളിച്ചു മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത്രയും ഒരു 4 കട പൊളിക്കാൻ കാരണം അതായത് അന്ന് ഞായറാഴ്ചയായിരുന്നു ഇത് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ ഈ ആക്ടിവിറ്റിയായിട്ട് മുമ്പോട്ട് പോയപ്പോഴേക്കും അതിലൊരു 3-4 കടകൾ കോർപ്പറേഷനിൽ അന്ന് നടന്ന ഏതോ ഒരു ചർച്ചയുടെ അടിസ്ഥാനത്തിൽ മിനിറ്റ്സിൽ രേഖപ്പെടുത്തി അനുവദിച്ചു കൊടുത്തതാണെന്നുള്ളൊരു മെസ്സേജ് വന്നിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ആശയം അല്ലെങ്കിൽ അങ്ങനെ ഒരു സന്ദേശം വന്ന സ്ഥിതിക്ക് അതുകൂടി പരിശോധിച്ചിട്ട് ബാക്കിയുള്ള മുമ്പോട്ട് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ഇനി ഏതെങ്കിലും രേഖകളുടെ അടിസ്ഥാനത്തിൽ കൊടുത്തതാണെന്നുണ്ടെങ്കിൽ അക്കാര്യങ്ങൾ അവിടെ തുടരേണ്ടതായിട്ടുണ്ട് എന്നുള്ളൊരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പെൻഡിങ് വയ്ക്കുകയായിരുന്നു. അത് അന്ന് സൺഡേ ആയതുകൊണ്ട് ഈ കൺസേൺഡ് സെക്ഷനിലൊന്നും ഞങ്ങൾക്ക് ആ ഫയലുകൾ പരിശോധിക്കാൻ സാധിച്ചില്ല. അതിനുശേഷം നെക്സ്റ്റ് ഡേ തന്നെ എല്ലാ രേഖകളും പരിശോധിച്ച് സ്മാർട്ട് സിറ്റിയുമായിട്ട് സംസാരിച്ച് അതൊക്കെ തന്നെ രേഖാമൂലമുള്ള കടകളെല്ലാം ഉറപ്പാക്കി. അപ്പോൾ ഇന്നലെ സ്കൂൾ ഓപ്പണിംഗ് കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും ഞങ്ങൾ അതിലേക്ക് രേഖകളിലൊന്നും ഇല്ലാത്ത കടകൾ പൊളിച്ചു മാറ്റാനുള്ള തീരുമാനവും കിട്ടും. റീഹാബിലിറ്റേറ്റ് ചെയ്യാൻ എന്തെങ്കിലും നടപടി എന്തെങ്കിലും എടുത്തു? അല്ല, അനധികൃതമായിട്ട് കച്ചവടം നടത്തിക്കൊണ്ടിരുന്ന ഒരു കാര്യത്തിൽ അത്തരത്തിലുള്ള ആലോചന നടത്തിയിട്ടില്ല. അനധികൃതമായിട്ട് കച്ചവടം നടത്താൻ പാടില്ലല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാട്ടിലുള്ള അനധികൃത കച്ചവടക്കാരെ എല്ലാവരെയും കോർപ്പറേഷൻ റീഹാബിലിറ്റേറ്റ് ചെയ്യിപ്പിക്കും. എന്തായാലും കോർപ്പറേഷൻ്റെ ഒരു ലിങ്ക്സ് ഭൂമി പോലും ഒരാളിനും അനധികൃതമായിട്ട് കൈവശം വയ്ക്കാനുള്ള അനുവദിക്കും.